പത്തനംതിട്ട ആറന്മുള മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആശംസകൾ അർപ്പിച്ച് PN ഫൗണ്ടേഷൻ പ്രതിനിധികൾ. കുമ്മനത്തിന്റെ വിജയം നാടിന് അനിവാര്യമാണെന്ന് PN പണിക്കരുടെ മകനും ഫൗണ്ടേഷൻ വൈസ് ചെയർമാനുമായ N ബാലഗോപാൽ പറഞ്ഞു. കുമ്മനം രാജേട്ടൻ ഞങ്ങളുടെ എല്ലാമാണ്. പിന്നെ PN പണിക്കർ ഫൗണ്ടേഷന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറുമാണ് അദ്ദേഹം. ഡയറക്ടർ മെമ്പറാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ചാലക ശക്തിയാണ്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ എന്താ പറയുന്നത് സന്ദേശങ്ങൾ നൽകി ഞങ്ങൾക്ക് ശക്തി കൂട്ടി മോഡിജിയുമായിട്ട് ലിങ്ക് ചെയ്ത രാജേട്ടനാണ്. മോഡിജി ഇവിടെ കൊല്ലത്ത് അല്ല കൊച്ചിയിൽ വന്ന് PN പണിക്കർ ഫൗണ്ടേഷന്റെ 17ാമത് ദേശീയ സമ്മേളനം അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം തന്നെ രാജേട്ടൻ എന്ന പ്രസിഡന്റാണ്, BJPയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം അന്ന് ഡിജിറ്റൽ വായനയ്ക്കും പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നപ്പോൾ ഇതിനെ ദേശീയ തലത്തിലോട്ട് കൊണ്ടുപോയി. ഇപ്പൊ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വിദേശത്തും വായനാ ദിനം ആചരിക്കുന്നു. ജൂൺ 19 പണിക്കർ സാറിനെ അനുസ്മരിച്ചുകൊണ്ട് ഏതാണ്ട് 230 കോടി ജനങ്ങൾ, പാവപ്പെട്ടവർ, കുട്ടികൾ ഇതിൽ പങ്കാളിയാവുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ റീച്ച്. അത് മോഡിജിയുടെ മാത്രം സഹായം കൊണ്ടാണ്. അദ്ദേഹം ഇതിനെ തലോടി. അദ്ദേഹം ഈ വായനാ ദിനത്തിന് പ്രത്യേക താല്പര്യം കാട്ടി. അദ്ദേഹം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമായിരുന്നു. അതിനൊക്കെ നാന്ദി കുറിച്ചത് ഞങ്ങളുടെ കുമ്മനം രാജേട്ടനാണ്. ഇപ്പൊ രാജേട്ടൻ ഞങ്ങളുടെ ഒരു പില്ലറാണ്. PN പണിക്കർ ഫൗണ്ടേഷന്റെ ഒരു പിന്നെ എന്താ പറയുക വലിയൊരു തൂണാണ്. ഞങ്ങളെ പിടിച്ചെടുത്തുന്ന ഒരു തൂണാണ്. അദ്ദേഹത്തിന് വിജയാശംസകൾ നേരുന്നു. അദ്ദേഹം വിജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വിജയിക്കണം, നമുക്ക് അദ്ദേഹം വിജയിക്കണം. അതുകൊണ്ട് എല്ലാ ഭാവങ്ങളും അദ്ദേഹത്തിന് നേരുന്നു. എങ്ങനെയാണ് ഇതുപോലുള്ള ആത്മകളൊക്കെ രാജേട്ടനുമായിട്ടുള്ള പ്രചരണത്തിലെത്തുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക ധാർമ്മിക മണ്ഡലങ്ങളിൽ വളരെ സജീവമാണ്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, രാഷ്ട്രീയം ഉണ്ട്, അതോടൊപ്പം തന്നെ സാമൂഹ്യ മണ്ഡലത്തിലും പ്രവർത്തിച്ച് ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് എൻ്റെ ശൈലി. അതുകൊണ്ടാണ് പല രംഗങ്ങളിലും കഴിയുന്നവരെല്ലാം എനിക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് വരുന്നത്. സാഹിത്യകാരന്മാരുണ്ട്, കലാകാരന്മാരുണ്ട്, പല രംഗത്തും പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെല്ലാവരും സാംസ്കാരിക നായകന്മാരും എല്ലാവരും ഇവിടെ വരുന്നു, പിന്തുണ നൽകുന്നു, സഹായം അവർ വാഗ്ദാനം ചെയ്യുന്നു. അതാണ് ഈ ആറന്മുളയിൽ ഇന്ന് കണ്ടുവരുന്നത്. കുമ്മനം രാജേട്ടൻ പൊതുപ്രവർത്തനം തുടങ്ങുന്നത് PN പണിക്കർ മുഖേനയാണ്. അദ്ദേഹത്തിനെ ഒരു ലൈബ്രറിയുടെ കുമ്മനം ലൈബ്രറിയിലെ പ്രസിഡന്റാക്കി. അത് കഴിഞ്ഞ് വേറൊരു ലൈബ്രറിയുടെ പ്രസിഡന്റാക്കി. അങ്ങനെ അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ വരുന്നത് PN പണിക്കരുടെ പിന്നെ എന്താ പറയുന്നത് ആശീർവാദത്തോടെയാണ്. അദ്ദേഹം ലൈബ്രറി പ്രവർത്തനമായി തുടങ്ങി. ഇന്ന് ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ നേതാവാണ്. ആറന്മുളയിൽ രാജേട്ടന്റെ എല്ലാ ആശംസകളും. തീർച്ചയായിട്ടും രാജേട്ടൻ ജയിക്കുമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആറന്മുള തപ്പനയോടും പ്രാർത്ഥിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.